നമസ്കാരം. പ്രവാസ ലോകം എല്ലായ്പ്പോഴും വർണ്ണങ്ങൾ നിറഞ്ഞതല്ല. അവിടെ ഇരുട്ടിൽ വീണു പോയവരുണ്ട്, ജീവിതത്തോട് പൊരുതി നിൽക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ ജീവിതത്തോടെ എങ്ങനെ പടവെട്ടണമെന്നറിയാതെ ദുരിതത്തിൽ കഴിയുകയാണ് ഒമാനിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തിരുമല സ്വദേശി ഷിബു ലിവിങ്സ്റ്റണിൻ്റെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. ഗൃഹനാഥൻ്റെ ബിസിനസ് തകർന്ന് കേസിൽപ്പെട്ടതോടെ 5 വർഷമായി സ്കൂളിൽ പോലും പോകാനാകാതെ വീടിനകത്ത് കഴിയുകയാണ് 4 കുട്ടികൾ. ഭക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവും അടക്കം മുടങ്ങിയ ഈ കുടുംബം മസ്കത്തിലെ മബേലയിൽ മുറിയിൽ ജീവിതം തള്ളി നീക്കുകയാണ്. 5 വയസ്സായ ഏറ്റവും ചെറിയ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് പോലുമില്ല. വാടക നൽകാത്തതിനാൽ അടുത്ത മാസം വീടൊഴിയണമെന്ന് നോട്ടീസും കിട്ടി. മൂത്ത പെൺകുട്ടിക്ക് 20 വയസ്സായി. 5 വർഷം മുൻപ് 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി. ഫീസ് നൽകാത്തതിനാൽ പരീക്ഷാ ഫലവും സർട്ടിഫിക്കറ്റും പോലും കിട്ടിയില്ല. രണ്ടാമത്തെ മകളും മകനും 7ാം ക്ലാസ്സിന് ശേഷം സ്കൂളിൽ പോയിട്ടില്ല. 2019 ഏപ്രിൽ മാസം ജനിച്ച 4ാമത്തെ കുട്ടിക്ക് 5 വയസ്സ് പൂർത്തിയായിട്ടും ജനന സർട്ടിഫിക്കറ്റ് പോലുമില്ല. കുട്ടികളുടെ പിതാവ് മസ്കറ്റിൽ നിർമ്മാണ മേഖലയിൽ ഡിസൈൻ ആൻഡ് സൂപ്പർവിഷൻ കൺസൾട്ടിംഗ് കമ്പനി നടത്തി വരികയായിരുന്നു. 20ഓളം ജീവനക്കാരുള്ള സ്ഥാപനത്തിൻ്റെ തകർച്ചയാണ് ഇവരുടെ ജീവിതമെല്ലാം തകിടം മറിച്ചത്. എഞ്ചിനീയറായിരുന്ന ഷിബു മസ്കത്തിൽ നിർമ്മാണ മേഖലയിൽ ഡിസൈൻ ആൻഡ് സൂപ്പർവിഷൻ കൺസൾട്ടിംഗ് കമ്പനി നടത്തി വരികയായിരുന്നു. ഹിന്ദി അധ്യാപികയായ ഭാര്യയ്ക്കും സ്കൂളിൽ ജോലിയുണ്ടായിരുന്നു. ഇതും നഷ്ടമായി. ട്യൂഷൻ എടുത്താണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകർ ഭക്ഷണം എത്തിക്കും. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചാലും അവിടെ ആരും സഹായിക്കാനില്ല. പോകാൻ രേഖകളുമില്ല. ഇതിനൊപ്പം നിയമക്കുരുക്കളും. തിരികെ വന്നിട്ട് താൻ എല്ലാം ശരിയാക്കാമെന്നാണ് ഭർത്താവ് പറയുന്നത്. അതിലിനി ഇവർക്ക് പ്രതീക്ഷയില്ല. ഏപ്രിലിൽ വീട് ഒഴിയണമെന്നാണ് നോട്ടീസിൽ നൽകിയിരിക്കുന്നത്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രയാസത്തിലായിരിക്കുകയാണ് ഇവർ.